ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പിൻസർ സെർച്ച് അൽഗോരിതം. പിൻസർ സെർച്ച് അൽഗോരിതം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ കയ്യിൽ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ്റെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ അതിലുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിൻസർ സെർച്ച് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. പിൻസർ സെർച്ച് അൽഗോരിതം യൂസസ് ബോത്ത് ദ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ചസ്. പിൻസർ സെർച്ച് അൽഗോരിതത്തിൽ നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും യൂസ് ചെയ്യുന്നുണ്ട്. അപ്രിയോറി അൽഗോരിതത്തിൽ എന്താണ്? ബോട്ടം അപ്പ് അപ്രോച്ച് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതായത് അപ്രിയോറി അൽഗോരിതത്തിൽ വൺ ഐറ്റം സെറ്റ് വെച്ചിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് സെറ്റ് ജനറേറ്റ് ചെയ്യും. അതിന്ന് നമ്മൾ എന്ത് ചെയ്യും? L1 എന്ന് പറയുന്ന ഒരു ടേബിൾ ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 2 ഐറ്റം സെറ്റ് വെച്ചിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് സെറ്റ് ജനറേറ്റ് ചെയ്യും. 3 ഐറ്റം സെറ്റ് വെച്ചിട്ടുള്ള കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് അപ്രിയോറി അൽഗോരിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ പിൻസർ സെർച്ച് അൽഗോരിതത്തിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചും യൂസ് ചെയ്യുന്നുണ്ട്, ബോട്ടം അപ്പ് അപ്രോച്ചും യൂസ് ചെയ്യുന്നുണ്ട്. സോ പിൻസർ സെർച്ച് അൽഗോരിതത്തിൽ നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് മാക്സിമം ഫ്രീക്വന്റ് കാൻഡിഡേറ്റ് സെറ്റ് അല്ലെങ്കിൽ MFCS. അതുപോലെ തന്നെ മാക്സിമം ഫ്രീക്വന്റ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ഈ ഒരു അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ മാക്സിമം ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. ഈ MFSലെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് മാത്രമായിരിക്കും കാണുന്നത്. സോ ഈ ഒരു പിൻസർ സെർച്ച് അൽഗോരിതം എന്താണ്, അതിനുള്ള ഡാറ്റ സ്ട്രക്ചർ ആയ MFCS അതുപോലെ തന്നെ MFS ഒക്കെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ മിനിമം സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 1 എന്ന് തന്നിട്ടുണ്ട്. സോ ഈ ഒരു അൽഗോരിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് L മീൻസ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. Then S means infrequent item set. Then MFCS and MFS. ഇനിഷ്യലി നമ്മുടെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5 മീൻസ് നൾ സെറ്റ്. ദെൻ K ഈക്വൽ ടു 1 ആക്കി നമ്മൾ സെറ്റ് ചെയ്തു. K എന്ന് പറയുന്നത് എന്താണ്? അതായത് ഐറ്റം സെറ്റ്, അതായത് 1 ഐറ്റം സെറ്റ്. Kയുടെ വാല്യൂ 1 മീൻസ് 1 ഐറ്റം സെറ്റ്. സോ അതിന്റെ കാൻഡിഡേറ്റ് സെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? I1, I2, I3, I4, I5. അതായത് നമ്മൾ ഓരോ 1 ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ പറഞ്ഞു പിൻസർ സെർച്ച് അൽഗോരിതത്തിൽ നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ചും യൂസ് ചെയ്യുന്നുണ്ട്, ടോപ്പ് ഡൗൺ അപ്രോച്ചും യൂസ് ചെയ്യുന്നുണ്ട്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ 1 ഐറ്റം സെറ്റ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ I1, I2, I3, I4, I5. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2 ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യും. അതായത് I1, I2, I1, I3, I1, I4, I1, I5. ഇങ്ങനെ 2 ഐറ്റം സെറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 3 ഐറ്റം സെറ്റ്. ഫോർ എക്സാമ്പിൾ I1, I2, I3, അങ്ങനെ 3 ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? I1, I2, I3, I4, I5. സോ ഇങ്ങനെയാണ് ബോട്ടം അപ്പ് അപ്രോച്ച് പോകുന്നത്. ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഈ റൂട്ട് നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബോട്ടം അപ്പ് അപ്രോച്ചിൽ നമ്മൾ ഏതാണ് ജനറേറ്റ് ചെയ്യുന്ന ആദ്യം? കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ്. കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് 1 ഐറ്റം സെറ്റ്. I1, I2, I3, I4, I5. ഇനിഷ്യലി നമ്മുടെ MFCS എന്ന് പറയുന്നത് എന്താണ്? അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ചിലാണ് നമ്മൾ ഈ ഒരു MFCS എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. സോ അത് ഇനിഷ്യലി അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു റൂട്ട് നോഡ്. റൂട്ട് നോഡിൽ ഏതൊക്കെ വരുന്നുണ്ട്? I1, I2, I3, I4, I5. സോ ഇനിഷ്യലി MFCSന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് ആണ്. നെക്സ്റ്റ് MFS ഇനിഷ്യലി നമ്മൾ എന്താണ്? നൾ സെറ്റ്. അതായത് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം സെറ്റ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചില്ല. സോ ഇനിഷ്യലി അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 1 ഐറ്റം സെറ്റിന്റെ സപ്പോർട്ട് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് I1ന്റെ സപ്പോർട്ട് കൗണ്ട് 2, I2 3, I3 3, I4 1, I5 2. ഈ സപ്പോർട്ട് കൗണ്ട് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഫസ്റ്റ് ഐറ്റം എടുത്തു I1 എന്ന് പറയുന്നത് ഈ ഒരു ഡാറ്റ സെറ്റിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 1,
2, അതായത് 2 പ്രാവശ്യം വരുന്നുണ്ട്. അതേപോലെ I2, I3, I4, I5 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ ഓരോന്നിൻ്റെയും സപ്പോർട്ട് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. MFS എന്ന് പറയുന്നത് ഇനിഷ്യലി എന്താണ്? ആ ഒരു റൂട്ട് നോഡ്, അതായത് I2, I1, I2, I3, I4, I5. MFSന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് എന്തൊക്കെ ജനറേറ്റ് ചെയ്യണം? L1 എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വന്റ് സെറ്റ്. S1 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്രീക്വന്റ് സെറ്റ്. അതായത് K ഈക്വൽ ടു 1 ഐറ്റം സെറ്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ L1 വന്നതും ഇവിടെ S1 വന്നതും. സോ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഇവിടെ ഓരോ ഐറ്റത്തിന്റെയും സപ്പോർട്ട് കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ മിനിമം സപ്പോർട്ടിനേക്കാളും കുറഞ്ഞ വാല്യൂസ് ഉള്ള ഐറ്റത്തിനെ നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യും? ഇൻഫ്രീക്വന്റ് സെറ്റ് എന്നും. മിനിമം സപ്പോർട്ടിനേക്കാളും കൂടിയ ഐറ്റംസിനെ എല്ലാം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഇവിടെ മിനിമം സപ്പോർട്ടിനേക്കാളും കുറഞ്ഞ ഐറ്റംസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും എന്താണ്? ഫ്രീക്വന്റ് സെറ്റ് ആണ്. I1, I2, I3, I4, I5 എന്ന് പറയുന്നത് ഫ്രീക്വന്റ് സെറ്റിൽ വരും. ഇൻഫ്രീക്വന്റ് സെറ്റ് എന്താവും? നള്ളാവും. സോ ഇൻഫ്രീക്വന്റ് സെറ്റ് നൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു MFCS ഇപ്പോൾ ഒരു ചേഞ്ചും വരുത്തണ്ട. ഈ ഇൻഫ്രീക്വന്റ് സെറ്റിൽ ഏതെങ്കിലും ഐറ്റംസ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു MFCS അപ്ഡേറ്റ് ചെയ്യണം. സോ ഇവിടെ എന്താണ്? ഇൻഫ്രീക്വന്റ് സെറ്റ് 5 ആണ്, അതായത് നൾ സെറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട? ഈ ഒരു MFCSനെ അപ്ഡേറ്റ് ചെയ്യണ്ട. ഇതാണ് ഫസ്റ്റ് പാസ് എന്ന് പറയുന്നത്. അതായത് 1 ഐറ്റം സെറ്റിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എന്താണ്? 2 ഐറ്റം സെറ്റ്. 2 ഐറ്റം സെറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കോമ്പിനേഷൻസ് വരും. ഈ കോമ്പിനേഷൻസ് എങ്ങനെയാണ് വരുന്നത്? അതായത് ഇതാണ് നമ്മുടെ 1 ഐറ്റം സെറ്റ്. സോ ഇതിന്ന് 2 ഐറ്റം സെറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? I1, I2 ഒരു കോമ്പിനേഷൻ, I1, I3 അടുത്ത കോമ്പിനേഷൻ, I1, I4, I1, I5, അതുപോലെ തന്നെ I2, I3, I2, I4, I2, I5, I3, I4, I3, I5, I4, I5. ഇത്രയും കോമ്പിനേഷൻസ് ആണ് നമുക്ക് 2 ഐറ്റം സെറ്റിൽ വരുന്നത്. സോ ആ 2 ഐറ്റം സെറ്റ് നമ്മൾ ഇവിടെ എഴുതി. എന്നിട്ട് അതിൻ്റെയും സപ്പോർട്ട് കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സപ്പോർട്ട് കൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ഫസ്റ്റ് ഐറ്റം സെറ്റ് എടുക്കുകയാണ്, I1, I2 എത്ര പ്രാവശ്യം ആ ഒരു മെയിൻ ഡാറ്റാബേസിൽ വരുന്നുണ്ട്, അതിൻ്റെ കൗണ്ടാണ് 2. അതുപോലെ ഓരോ ഐറ്റം സെറ്റിൻ്റെയും സപ്പോർട്ട് കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അതായത് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് L2 കണ്ടുപിടിക്കണം. ഇനി S2 കണ്ടുപിടിക്കണം. L2 എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. S2 എന്ന് പറയുന്നത് ഇൻഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ L2ഉം S2ഉം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഓരോന്നിൻ്റെ സപ്പോർട്ട് കൗണ്ട് നമ്മൾ ആ ഒരു മിനിമം സപ്പോർട്ട് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അതായത് ഈ 1നേക്കാളും കുറഞ്ഞ ഐറ്റംസിനെ എല്ലാം നമ്മൾ ഈ ഒരു S2നകത്തോട്ട് പ്ലേസ് ചെയ്യണം. സോ നമുക്ക് L2ഉം കിട്ടി, S2ഉം കിട്ടി. L2 എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ്, S2 എന്ന് പറയുന്നത് ഇൻഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. അപ്പം നമുക്ക് ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് S2ന്റെ വാല്യൂസ് നമുക്ക് കിട്ടി. സോ S2ന്റെ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് MFCSനെ ഇനി ചേഞ്ച് ചെയ്യണം, അതായത് അപ്ഡേറ്റ് ചെയ്യണം. സോ S2 അതായത് ഇൻഫ്രീക്വന്റ് സെറ്റിന്റെ ആദ്യത്തെ വാല്യൂ, ആദ്യത്തെ ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് I1, I4. ആദ്യത്തെ ഐറ്റമിനെ നമ്മൾ എടുത്തു I1, I4. എന്നിട്ട് അതിനെ വെച്ചിട്ട് നമ്മൾ ഏതിനെ അപ്ഡേറ്റ് ചെയ്യണം? ഈ ഒരു MFCSനെ അപ്ഡേറ്റ് ചെയ്യണം. സോ ഇൻഫ്രീക്വന്റ് ഐറ്റം സെറ്റിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് I1, I4. സോ ഈ ഒരു I1, I4നെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു MFCSനെ അപ്ഡേറ്റ് ചെയ്യണം. ഫസ്റ്റ് I1, I4 എന്ന് പറയുന്ന എലമെന്റിനെ എടുത്തു. MFCS എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ്, അതായത് I1, I2, I3, I4, I5. ഇതാണ് MFCS എന്ന് പറയുന്നത്. അപ്പം S2 എന്ന് പറയുന്നത് ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് ആണ്. അതായത് I1ഉം I4ഉം ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു MFCSൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. സോ I1ഉം I4ഉം ഒരുമിച്ച് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 സെറ്റാക്കി മാറ്റണം. എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം? I1, I2, I3, I5. അതായത് I1ഉം I4ഉം ഒരുമിച്ച് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ 2 സെറ്റ് ആക്കും. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താവും? I1, I2, I3, I5. സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താവും? I2, I3, I4, I5.
ഇങ്ങനെ 2 സെറ്റാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പം നമുക്ക് MFCS എന്ന് പറയുന്നത് 2 സെറ്റായി. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് I1, I2, I3, I5 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് സെറ്റ് ഒരുമിച്ച് നമ്മുടെ മെയിൻ ട്രാൻസാക്ഷൻ ടേബിളിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നില്ല. ഈ രണ്ടാമത്തെ സെറ്റും നമ്മുടെ ടേബിളിൽ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് MFCS ഇപ്പോഴും എന്താണ് 5 ആക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എലമെന്റ് എടുക്കണം. ഇപ്പൊ നമ്മൾ ഏതാണ് എടുത്തത്? I1 ഉം I4 ഉം ആണ് എടുത്തത്. ഇനി നെക്സ്റ്റ് ഈസ് I1, I5 എടുക്കണം. സോ ഇതാണ് നമ്മുടെ MFCS എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമ്മൾ എടുത്ത ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് I1 ഉം I5 ഉം ആണ്. അതായത് I1 ഉം I5 ഉം ഒരുമിച്ച് വരാൻ പാടില്ല. സോ അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സെറ്റിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഈ ഒരു സെറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ I1, I2, I3 അങ്ങനെ ഒരു സെറ്റ് വരും. അതുപോലെ തന്നെ I2, I3, I5 ഇങ്ങനെ ഒരു സെറ്റും വരും. ഇനി ഈ രണ്ടാമത്തെ സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ I1 ഉം I5 ഉം ഒരുമിച്ച് വരുന്നുണ്ടോ? I1 ഉം I5 ഉം ഒരുമിച്ച് വരുന്നില്ല. സോ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണ്ട. അതായത് ഈ ഒരു ഫസ്റ്റ് സെറ്റിനെ മാത്രം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു ഫോമിൽ എഴുതി. അതായത് 2 സെറ്റാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. I1, I2, I3. രണ്ടാമത്തേത് ഏതാണ്? I2, I3, I5. പക്ഷെ ഇവിടെ നോക്ക് I2, I3, I5 എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിലും ഉണ്ട്. I2, I3, I5 എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സെറ്റിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെറ്റിനെ നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പൊ പുതിയ MFCSന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെ വരും? ഈ ഒരു സെറ്റും വരും, ഈ ഒരു സെറ്റും വരും. ഇതിനെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങ് എലിമിനേറ്റ് ചെയ്തത്? ബിക്കോസ് ഇവിടുത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് I2, I3, I5 ആണ്. ഈ I2, I3, I5 എന്ന് പറയുന്നത് ഈ സെറ്റിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതിനെ എഴുതേണ്ട ആവശ്യമില്ല. MFCS എന്ന് പറയുന്നത് ഈ ഒരു സെറ്റും വരും, ഈ ഒരു സെറ്റും വരും. സോ നമ്മുടെ MFCS എന്ന് പറയുന്നത് ഇതാവും. അതായത് എന്തായി? I1, I2, I3യും I2, I3, I4, I5. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ MFCS എന്ന് പറയുന്നത്. സോ ഈ ഒരു MFCSൽ നിന്നും ഇനി നമുക്ക് എന്ത് എഴുതണം? MFS എഴുതണം. MFSൽ എന്താണ് വരേണ്ടത്? ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ്. അതായത് ആ ഒരു മെയിൻ ടേബിളിൽ വരുന്ന ഐറ്റംസിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു MFSൽ എഴുതുന്നത്. MFCSൽ ഏതൊക്കെ ഐറ്റം സെറ്റ് ഉണ്ട്? I1, I2, I3. I1, I2, I3. I1, I2, I3 എന്ന് പറയുന്നത് ആ മെയിൻ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്. അതായത് I1, I2, I3 എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ ടേബിളിൽ വരുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് ഈ ഒരു സെറ്റിനെ നമുക്ക് എടുത്ത് MFSലോട്ട് എഴുതാം. സോ I1, I2, I3നെ നമ്മൾ എവിടെ എടുത്ത് പ്ലേസ് ചെയ്തു? MFSലോട്ട് പ്ലേസ് ചെയ്തു. ഇനി I2, I3, I4, I5 എന്ന് പറയുന്ന ആ മെയിൻ ഡാറ്റാ സെറ്റിൽ ഇല്ല. അതുകൊണ്ട് അതിനെ നമുക്ക് MFSലോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റൂല. സോ നമ്മൾ ഈ ഒരു ഇൻഫ്രീക്വന്റ് സെറ്റ്, അതായത് S2ൽ നിന്ന് I1, I4 എടുത്തു, I1, I5 എടുത്തു. ഇനി അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? I2, I4 ആണ്. സോ ഈ ഒരു I2, I4 അനുസരിച്ച് വീണ്ടും നമ്മൾ MFCSനെ ചേഞ്ച് ചെയ്യണം. ഇപ്പോഴുള്ള നമ്മുടെ MFCS എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? I1, I2, I3, I2, I3, I4, I5. ഇതാണ് നമ്മുടെ MFCS എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റം ഏതാണ്? I2, I4. സോ I2ഉം I4ഉം ഒരുമിച്ച് വരാൻ പാടില്ല. ഈ ഒരു സെറ്റിന് നമുക്ക് ഒന്നും ചെയ്യണ്ട. കാരണം I2ഉം I4ഉം ഇവിടെ വരുന്നില്ല. ഈ ഒരു സെറ്റിനെ മാത്രം നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? I2, I3, I5 എന്ന് പറയുന്ന ഒരു സെറ്റ്. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? I4, I3, I5. സോ പുതിയ MFCS എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. ഏതൊക്കെ ഐറ്റം സെറ്റ് വന്നിട്ടുണ്ട്? I1, I2, I3, I2, I3, I5, I3, I4, I5. MFS എന്ന് പറയുന്നത് ഏതാണ്? MFS എന്ന് പറയുന്നതിന് മാറ്റമൊന്നുമില്ല. അതായത് I1ഉം I2ഉം I3യും ഇത് മാത്രമേ ഒരുമിച്ച് വരുന്നുള്ളൂ. ഇനി ഇൻഫ്രീക്വന്റ് ഐറ്റം സെറ്റിലുള്ള ലാസ്റ്റ് എലമെന്റ് I4ഉം I5ഉം എടുത്തു. I4ഉം I5.
സോ അതിനനുസരിച്ച് നമ്മൾ ഏതിനെയൊക്കെ ചേഞ്ച് ചെയ്യണം, MFCSനെ അപ്ഡേറ്റ് ചെയ്യണം. സോ MFCS എന്ന് പറയുന്നത് ഏതാണ്? സോ I4 I5 അനുസരിച്ച് നമ്മൾ ഈ ഒരു MFCSനെ അപ്ഡേറ്റ് ചെയ്യണം. അതായത് I4ഉം I5ഉം ഒരുമിച്ച് വരാൻ പാടില്ല. അതായത് ഈ ഒരു മൂന്നാമത്തെ സെറ്റ് I4ഉം I5ഉം ഒരുമിച്ച് വരാൻ പാടില്ല. ഈ ഒരെണ്ണത്തിനെ മാത്രം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തെന്നൊക്കെ വരും? I3 I4 എന്ന് പറയുന്നത് ഒരു സെറ്റായിട്ട് വരും. I3 I5 എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റായിട്ട് വരും. സോ MFCS എന്ന് പറയുന്ന ഏതൊക്കെ വരും? I1 I2 I3 എന്ന് പറയുന്ന ഒരു സെറ്റ് വരും. I2 I3 I5 എന്ന് പറയുന്ന ഒരു സെറ്റ് വരും. I3 I4 എന്ന് പറയുന്ന സെറ്റ് വരും. I3 I5ഉം വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ I3 I5 എന്ന് പറയുന്ന സെറ്റ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, I3 I5. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ MFCSന്റെ ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്ന ഏതൊക്കെ വരും? I1 I2 I3 വരും. I2 I3 I5 വരും. അതുപോലെ തന്നെ I3 I4. ഇങ്ങനെ 3 സെറ്റ് ആയിരിക്കും വരുന്നത്. സോ MFCS എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി MFS കണ്ടുപിടിക്കണം. സോ MFSൽ ആദ്യം ഏതുണ്ട്? I1ഉം I2ഉം I3യും നമ്മൾ നേരത്തെ പ്ലേസ് ചെയ്തു. ഇനി ഈ ഒരു MFSൽ നിന്ന് MFCSൽ നിന്നും ഏതെങ്കിലും ഐറ്റം സെറ്റ് MFSലോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. സോ ഇവിടെ I3 I4 എടുക്കുകയാണ്. I3 I4 ആ ഒരു മെയിൻ ഡേറ്റാ സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കണം. I3 I4 എന്ന് പറയുന്ന ഈ മെയിൻ ഡേറ്റാ സെറ്റിലുണ്ട്. അതുകൊണ്ട് ഈ I3 I4നെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? MFSലോട്ട് പ്ലേസ് ചെയ്യണം. സോ MFSൽ രണ്ട് എലമെന്റ് ആയി. I1 I2 I3യും ആയി, I3 I4ഉം ആയി. സോ ഇവിടെയുള്ള S2ലുള്ള എല്ലാ എലമെന്റും നമ്മൾ കൺസിഡർ ചെയ്തു. അതായത് 2 ഐറ്റം സെറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ 3 ഐറ്റം സെറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 3 ഐറ്റം സെറ്റ് വരുന്ന കാൻഡിഡേറ്റ് സെറ്റ് ഏതൊക്കെ കോമ്പിനേഷൻസ് വരും? I1 I2 I3. ഇവിടെ നമ്മൾ I1 I2 I3 മാത്രമേ എഴുതിയുള്ളൂ. അതിന്റെ കാര്യം എന്താണ്? അതായത് നമ്മുടെ മെയിൻ ഡേറ്റാ സെറ്റിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു മെയിൻ ഡേറ്റാ സെറ്റിൽ ഈ I1 I2 I3 എന്ന് പറയുന്ന ഇവിടെ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. വേറൊരു 3 ഐറ്റം സെറ്റും ഈ ഒരു ടേബിളിൽ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം I1 I2 I3 എന്ന് പറയുന്നത് മാത്രമാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റിൽ വരുന്നത്. ബാക്കി വരുന്ന കോമ്പിനേഷൻസ് എല്ലാം ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് ആണ്. അതായത് പിൻസർ സെർച്ച് അൽഗോരിതത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇവിടെ ടോപ്പ് ഡൗൺ യൂസ് ചെയ്യുന്നുണ്ട്, ബോട്ടം അപ്പ് അപ്രോച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 ഐറ്റം സെറ്റ് നമ്മൾ എഴുതുമ്പോൾ ഈ ഒരു ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 3 ഐറ്റം സെറ്റിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അതായത് എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. സോ നമ്മുടെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് അതായത് K ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 3 ആയി. അതായത് L3 എന്ന് പറയുന്നത് ഈ ഒരു 3 ഐറ്റം സെറ്റ് I1 I2 I3. ഇനി നമുക്ക് ആ ഒരു ഇൻഫ്രീക്വന്റ് സെറ്റ് അതായത് S3 എന്ന് പറയുന്നത് എന്താണ്? അതായത് I1 I2 I3 എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് ആണ്. അതായത് ആ ഒരു മെയിൻ ടേബിളിൽ വരുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് എന്ന് പറയാം. ബാക്കി വരുന്ന കോമ്പിനേഷൻസ് എല്ലാം S3യിലാണ് വരുന്നത്. പക്ഷെ ആ S3യിൽ വരുന്ന കോമ്പിനേഷൻസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു MFCSനെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഈ ഒരു പിൻസർ സെർച്ച് അൽഗോരിതത്തിൽ നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റിനെ എല്ലാം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ MFCSന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? I1 I2 I3. ബാക്കിയുള്ളതിനെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി പുതിയ MFS എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ്. അതായത് ഇവിടെ നമ്മൾ 3 ഐറ്റം സെറ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 3 ഐറ്റം സെറ്റ് ആയതുകൊണ്ട് തന്നെ I1 I2 I3നെ മാത്രം നമ്മൾ പ്ലേസ് ചെയ്താൽ മതി. ഇവിടെയുള്ള ഈ ഒരു I3 I4നെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. അതായത് MFCSും MFSും നമുക്ക് ഒരേപോലെ കിട്ടി. അതായത് നമുക്ക് MFCSും MFSും ഈക്വൽ ആയിട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് അൽഗോരിതം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് ഏതായിട്ട് കിട്ടി? I1 I2 I3 ആയിട്ട് കിട്ടി. ഇതാണ് പിൻസർ സെർച്ച് അൽഗോരിതം. ഇനി നമുക്ക് ഈ ഒരു അൽഗോരിതം ഒന്ന് നോക്കാം. അതായത് ഇനിഷ്യലി നമ്മൾ എന്താണ്? ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് നൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. Kയുടെ വാല്യൂ 1,
കാൻഡിഡേറ്റ് സെറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തു. MFCS എന്ന് പറയുന്നത് ആ ഒരു റൂട്ട് നോഡ്, അതായത് എല്ലാ ഐറ്റംസും വരും, 1 to n ഐറ്റംസ് വരും. ഇനിഷ്യലി MFS എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഇനി കാൻഡിഡേറ്റ് സെറ്റ് CK എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് CK എന്ന് പറയുന്നത് എന്താണ്? 1. അതായത് 1 ഐറ്റം സെറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. 1 ഐറ്റം സെറ്റിന്റെ സപ്പോർട്ട് കൗണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് MFS ഈക്വൽ ടു MFS യൂണിയൻ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ഇൻ MFCS. ഇനിഷ്യലി നമ്മുടെ MFS എന്ന് പറയുന്നത് 5 ആയിരുന്നു. 5 യൂണിയൻ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ഇൻ MFCS. ഇനിഷ്യലി ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് എന്തെങ്കിലും MFCS ഉണ്ടോ? ഇല്ല. അപ്പോൾ 5. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? MFS 5 എന്ന് കിട്ടും. അതായത് ഇനിഷ്യലി എന്താണ്? MFCS എന്ന് പറയുന്നത് ആ റൂട്ട് നോഡ്, എല്ലാ ഐറ്റംസും വരും. MFS എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യലി 5 ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ കാൻഡിഡേറ്റ് സെറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തു. ആ കാൻഡിഡേറ്റ് സെറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മിനിമം സപ്പോർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഉള്ള ഐറ്റം സെറ്റ് LK കണ്ടുപിടിക്കും. അതുപോലെ തന്നെ SK നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് SK എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്രീക്വന്റ് ഐറ്റം സെറ്റ്. ഇൻഫ്രീക്വന്റ് ഐറ്റം സെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതിനെ അപ്ഡേറ്റ് ചെയ്യും? MFCSനെ അപ്ഡേറ്റ് ചെയ്യും. ഇനി 1 ഐറ്റം സെറ്റ് കഴിഞ്ഞാൽ ഇനി അടുത്ത നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? 2 ഐറ്റം സെറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് Kയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? MFSൽ. സോ ആ ഒരു എക്സാമ്പിളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു അൽഗോരിതത്തിലും പറയുന്നത്.